കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി ദിവസങ്ങൾ മാത്രമാണ് റിസൾട്ട് അറിയാനായിട്ട് ബാക്കിയുള്ളത്. ഈ ചുരുങ്ങിയ ദിവസങ്ങൾ, കാത്തിരിപ്പിന്റെ ദിനങ്ങൾ, തീർച്ചയായിട്ടും പലതരത്തിലുമുള്ള കണക്ക് കൂട്ടലുകൾ ഇപ്പോഴേ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ പല നിയമസഭാ മണ്ഡലങ്ങളുമുണ്ട്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും, ഓരോ ജില്ല തിരിച്ച് നോക്കുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ജില്ലകളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം, ഇടതുപക്ഷത്തിന്റെ കോട്ട എന്ന് അറിയപ്പെടുന്ന കണ്ണൂർ. കണ്ണൂരിൽ ഇത്തവണ എന്താണ് സംഭവിക്കാനായി പോകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അട്ടിമറികൾ? 11 നിയമസഭാ മണ്ഡലങ്ങൾ കണ്ണൂർ ജില്ലയിൽ: തളിപ്പറമ്പ്, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി, തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിക്കൂർ. ഈ 11 നിയമസഭാ സീറ്റുകളിൽ എന്താണ് ഇത്തവണ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ? 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും ഇടതുപക്ഷം തൂത്തുവാരിയ ഒരു സ്ഥലമാണ് കണ്ണൂർ എന്ന് പറയുന്നത്. ഭൂരിഭാഗം സീറ്റുകളിലും ഇടതുപക്ഷം തന്നെയായിരുന്നു. UDFന് പേരിന് മാത്രമേ സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. 2 സീറ്റ് UDFും 9 സീറ്റുകൾ LDF അന്ന് നേടിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും 2026 ഏറ്റവും അന്തിമഘട്ട ലേറ്റസ്റ്റ് സർവേ റിസൾട്ടുകൾ പ്രകാരം, അതായത് ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ പ്രകാരം കണ്ണൂരിൽ സംഭവിച്ച അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അട്ടിമറികൾ എന്താണ് എന്നുള്ളത് നോക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും വലിയ തോതിലുള്ള അട്ടിമറികൾ ഇത്തവണ സംഭവിക്കാനായി സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ തന്നെയും ഇടതുപക്ഷത്തിന് പല സീറ്റുകളും ഇത്തവണ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇതിൽ ഓരോ സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കായാൽ പോലും ഇടതുപക്ഷത്തിന്റെ നിലവിൽ ഇടതുപക്ഷ MLA-മാരുള്ള സ്ഥലങ്ങളിൽ പലതിലും ഒരു ടൈറ്റ് ഫൈറ്റ് ആയിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നതെന്ന് പറയുന്നത്. അതിൽ UDFന് ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്നും ഇടതുപക്ഷ വോട്ടുകൾ പലയിടത്തും കുറയുമെന്നും തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഓരോ സ്ഥലങ്ങളായി നോക്കാം. ഇതിൽ ആദ്യം നമുക്ക് തളിപ്പറമ്പ് നോക്കാം. തളിപ്പറമ്പിൽ LDF ആണ്, പക്ഷെ അവിടെ LDF വോട്ടുകൾ കുറയുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. UDF വോട്ടുകൾ കൂടും, BJP വോട്ടുകളും നിർണായകമാവും. അവിടെ തീർച്ചയായിട്ടും LDFന് ഒരു മുൻതൂക്കം കാണുന്നുണ്ടെങ്കിൽ പോലും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയണം. അതായത് LDF വോട്ടുകൾ കുറയും, UDF വോട്ടുകൾ കൂടും. LDFന് നിലവിലും ഒരു മുൻതൂക്കം നൽകുന്നുണ്ട്. അഴീക്കോട് വരുമ്പോഴത്തേക്കും നിലവിൽ അവിടെ LDF ആണ്, പക്ഷേ അവിടെ ആ സീറ്റ് ഒരു 50-50 ചാൻസ് ആയിട്ട് കാര്യങ്ങൾ മാറുന്നു. UDFിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അതുകൊണ്ട് തന്നെയും അവിടെ BJP വോട്ടുകൾ നിർണായകമാവും. BJPക്ക് 15,000-ൽ കൂടുതൽ വോട്ടുകളുള്ള ഒരു സ്ഥലമാണ് അഴീക്കോട്. BJP വോട്ടുകൾ നിർണായകമാവും. ഒരു 50-50 ചാൻസ് ആയിട്ട് കാര്യങ്ങൾ മാറുന്നു. ഇനി കണ്ണൂരിലേക്ക് വരുമ്പോഴത്തേക്ക് നിലവിൽ LDFിന്റെ കൈവശമാണ്, അതും ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. BJP വോട്ടുകളും അവിടെയും നിർണായകം. BJP വോട്ടുകൾ 12,000-ൽ കൂടുതലുള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ. അവിടെയും BJP വോട്ടുകൾ നിർണായകമാവും. അവിടെയും തീർച്ചയായിട്ടും പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും. ഇനി ധർമ്മടം തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. നിലവിൽ LDFിന്റെ കൈവശം തന്നെയാണ് ആ സീറ്റ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ഒരു സ്ഥലമാണ് ധർമ്മടം എന്ന് പറയുന്നത്. അവിടെ തീർച്ചയായിട്ടും ഇത്തവണ ഇടതുപക്ഷം വിജയിക്കുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഭൂരിപക്ഷം നല്ല രീതിയിൽ ഇടിയുമെന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അതായത് നേരിയ തോതിലുള്ള വ്യത്യാസത്തിൽ അവിടെ ഇടതുപക്ഷം വിജയിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ പറയാനായിട്ട്. സർവേ റിസൾട്ട് പ്രകാരം ധർമ്മടത്ത് ഇടതുപക്ഷത്തിന് തന്നെയാണ് ഒരു മുൻതൂക്കം കാണുന്നത്. പക്ഷേ വോട്ടുകൾ കാര്യമായിട്ടുള്ള ഒരു ഇടിവ് സംഭവിക്കുമെന്നും UDF വോട്ടുകൾ കുതിക്കുമെന്നും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. BJP വോട്ടുകളും നിർണായകമാവും. മട്ടന്നൂരിലേക്ക് വരുമ്പോഴത്തേക്കും നിലവിൽ LDF ആണ് അവിടെ. ആ സീറ്റ് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. പേരാവൂർ നിലവിൽ UDF ആണ്. ആ സീറ്റ് UDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. പയ്യന്നൂർ നിലവിൽ LDFിന്റെ കൈവശമാണ്. ആ സീറ്റിൽ LDFിന് ഒരു മുൻതൂക്കം കാണുന്നുണ്ട് എങ്കിൽ പോലും LDF വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യതയാണ് അവിടെ കാണുന്നതെന്ന് പറയുന്നത്. കല്യാശ്ശേരി നിലവിൽ LDFിന്റെ കൈവശമാണ്. ആ സീറ്റ് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. തലശ്ശേരി നിലവിൽ LDFിന്റെ കൈവശമാണ്. ആ സീറ്റിലും LDF വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. എങ്കിൽ പോലും ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം LDFിന് കാണുന്നുണ്ട്. UDF വോട്ടുകൾ കൂടുമെന്നാണ് പറയുന്നത്. കൂത്തുപറമ്പ് നിലവിൽ LDFിന്റെ കൈവശമാണ്. പക്ഷെ അവിടെയും
ഒരു മാറ്റം കാണാനുള്ള സാധ്യത കാണുന്നു. UDF LDF ഒരു 50-50 ചാൻസ് ആയിട്ട് കാര്യങ്ങൾ മാറുന്നു. BJP വോട്ടുകളോടെ കൂടും. 22,000 കൂടുതൽ വോട്ടുകൾ നിലവിൽ BJPക്ക് അവിടെയുണ്ട്. BJP വോട്ടുകൾ കൂടും, UDF വോട്ടുകൾ കൂടും, ഇടതുപക്ഷ വോട്ടുകൾ കുറയുമെന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കൂത്തുപറമ്പിലെ കണക്കെന്ന് പറയുന്നത്. കാത്തിരിക്കണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായി. ഇരിക്കൂർ നിലവിൽ UDFന്റെ കൈവശമാണ്. ആ സീറ്റ് നിലനിർത്താനായിട്ടാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും 11 നിയമസഭാ മണ്ഡലങ്ങൾ 2021 LDF 9 സീറ്റുകളും UDF 2 സീറ്റുകളും BJPക്ക് സീറ്റുകളൊന്നും തന്നെ ഇല്ല. എന്നുള്ളത് 2026 വരുമ്പോഴത്തേക്കും LDFന് സീറ്റ് കുറയുമെന്നാണ് സർവേ റിസൾട്ട് വ്യക്തമാക്കി പറയുന്ന കാര്യം എന്ന് പറയുന്നത്. എന്നാൽ UDF സീറ്റുകൾ കൂടും. BJPക്ക് സീറ്റുകളൊന്നും തന്നെ കൊടുത്തിട്ടില്ല എങ്കിൽ പോലും വോട്ടുകൾ ചിലയിടങ്ങളിൽ കൂടാനായിട്ടുള്ള സാധ്യത BJPക്ക് കാണുന്നു. ഇതിൽ UDF സീറ്റ് കണക്ക് നോക്കുമ്പോഴത്തേക്കും UDFന് 2 സീറ്റുകളായിരുന്നിടത്ത് അത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 4-5 എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അതായത് മാക്സിമം 5 സീറ്റുകളെങ്കിലും UDFന് കിട്ടാനായിട്ടുള്ള സാധ്യത കാണുന്നു ഈ കണ്ണൂരിൽ. ഇനി ഇടതുപക്ഷത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇടതുപക്ഷത്തിന് 9 നിന്നും ഒരു കുറവാണ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്. അതായത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5-6 സീറ്റുകൾ എന്നുള്ള തരത്തിലേക്ക് കുറയാനായിട്ടുള്ള സാധ്യത നിലവിൽ LDFനെ കാണുന്നു. അതായത് ഇടതുപക്ഷ സീറ്റുകൾ കുറയും, UDF സീറ്റുകൾ കൂടും. UDFന് മാക്സിമം 5 സീറ്റുകൾ, LDFന് മാക്സിമം 6 സീറ്റുകൾ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതായത് ഇടതുപക്ഷ സീറ്റുകളിൽ ഒരു ഇടിവ് സംഭവിക്കുന്നു, എന്നാൽ വലതുപക്ഷ സീറ്റുകളിൽ ഒരു മുന്നേറ്റം സംഭവിക്കുന്നു. അവിടെ BJP വോട്ടുകൾ ചിലയിടങ്ങളിൽ നിർണായകമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. കണ്ണൂർ നമുക്കറിയാവുന്നത് തന്നെയാണ്. ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷ ചായ്വുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷം വളരെ നല്ല രീതിയിൽ വിജയിച്ച് കയറാനായിട്ട് സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇത്തവണ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പലയിടത്തും മാറുന്നത് എന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവിടെ എന്തും സംഭവിക്കാം. പല മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം നല്ല രീതിയിൽ കുറയാനായിട്ടുള്ള സാധ്യതയാണ് ഇടതുപക്ഷത്തിന് കാണുന്നത്. വിജയിച്ച് കയറുന്ന സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളിലും ഭൂരിപക്ഷം വിജയിക്കുന്നത് ആരായാലും നല്ല രീതിയിൽ കുറവ് സംഭവിക്കാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നതെന്ന് പറയുന്നത്. ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നത് അത് ഇനി 4-ാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും ഇത് ഇടതുപക്ഷത്തിന് അനുകൂല ഘടകമാകുമോ അതല്ല പ്രതികൂല ഘടകമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? കണ്ണൂർ പോലുള്ള സ്ഥലത്ത് തിരിച്ചടി നേരിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും അത് ശുഭകരമല്ല, വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും അത് ശുഭകരമാണ്. എന്താണ് സംഭവിക്കുന്ന ഒരു റിയാലിറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.